ഡ്രൈവിംഗ് പഠിക്കുന്ന പല ആളുകൾക്കുമുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കാർ പോർച്ചിൽ നിന്ന് വണ്ടി എടുക്കാനും അതേപോലെ തന്നെ കാർ പോർച്ചിലേക്ക് വണ്ടി കയറ്റി വെക്കാനുമാണ്. നിങ്ങളിവിടെ നോക്കുക, ഈ കാർ പോർച്ച് ഇതാ ഇങ്ങനെയാണുള്ളത്. ഇവിടെ നിന്നും വണ്ടി പതിയെ സാവധാനം റിവേഴ്സ് എടുക്കണം. റിവേഴ്സ് എടുത്തിട്ട് റോഡിലേക്ക് ഇറക്കണം. റോഡ് അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള റോഡാണ്, കണ്ടില്ലേ? ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ബാക്കിലേക്ക് എടുത്ത് ഇതാ ഈ ഒരു ഗേറ്റിലൂടെ വണ്ടി പതിയെ പുറത്തേക്ക് എടുക്കണം. ഗേറ്റിൻ്റെ വീതിയൊക്കെ നിങ്ങൾ കാണുക, കണ്ടില്ലേ? ഈ റോഡിൽ അത്യാവശ്യം വണ്ടികളൊക്കെ വരും, ശ്രദ്ധിച്ചെടുക്കണം. റോഡിൻ്റെ സൈഡിൽ വലിയ ഓടയൊക്കെ ഉണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ വണ്ടിയുടെ ടയർ ആ ഓടയിലേക്ക് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഓട കണ്ടില്ലേ നിങ്ങൾ സൈഡിൽ? ഇതാ ഇവിടെ നിന്നും ഇങ്ങനെ വന്ന് ഫോർവേഡായിട്ട് നമുക്ക് അകത്തോട്ട് കയറാം, പക്ഷേ എടുക്കുന്ന സമയത്ത് റിവേഴ്സായിട്ട് എടുക്കണം. അങ്ങനെയാണ് നോർമലി ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതൊക്കെ. വണ്ടി എടുക്കുന്നത് നിങ്ങൾ നോക്കുക, എങ്ങനെയാണ് എടുക്കുന്നത്? രണ്ട് മിററും കൃത്യമായി നോക്കിയിട്ടാണ് എടുക്കേണ്ടത്. വണ്ടിയുടെ ബാക്ക് കോർണർ മനസ്സിലാകുന്ന പോലെ മിറർ കൃത്യമായി നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതിനുശേഷം രണ്ട് മിററിലൂടെയും ഗേറ്റിൻ്റെ രണ്ട് ഭാഗവും നോക്കുക, രണ്ട് പില്ലറും കൃത്യമായി നോക്കുക. ലെഫ്റ്റ് സൈഡിലേക്കാണ് വണ്ടി ബാക്കിലേക്ക് പോകുന്നത്, അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർത്ത് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. മിറർ നോക്കി ലെഫ്റ്റ് സൈഡ് മാക്സിമം ചേർക്കുക. വണ്ടിയുടെ ബാക്ക് ലെഫ്റ്റ് ടയർ ശ്രദ്ധിക്കുക. മിററിലൂടെ ഗേറ്റിൻ്റെ എൻട്രൻസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ലെഫ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് ആണ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുക. തിരിച്ചിട്ട് പതിയെ ബാക്കിലേക്ക് എടുക്കുക. ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടും പിന്നീട് നോക്കേണ്ടത് ഏതാണ്? റൈറ്റ് സൈഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. വണ്ടിയുടെ ഫ്രണ്ട് റൈറ്റ് സൈഡ് ചുമരിൽ തട്ടാതെ നിങ്ങൾ നോക്കണം. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് വണ്ടി എടുക്കുക. അഥവാ തട്ടുന്നു തോന്നിക്കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഒന്ന് സ്റ്റഡിയാക്കുക. കണ്ടില്ലേ, ഇതേപോലെ പതിയെ പതിയെ ബാക്കിലേക്ക് എടുക്കാവുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ അടുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയറൻസ് കിട്ടും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ വണ്ടി ബാക്കിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടില്ലേ, എല്ലാ സൈഡും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ബാക്കിലേക്ക് എടുക്കേണ്ടത്. വേറെ വണ്ടികൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇതേപോലെ നിങ്ങൾക്ക് പതിയെ 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 വണ്ടി ബാക്കിലേക്ക് എടുത്ത് റോഡിലേക്ക് ആക്കാവുന്നതാണ്. റോഡിലേക്ക് ആക്കി കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? പിന്നീട് ഫസ്റ്റ് ഗിയർ ആക്കി സ്റ്റിയറിംഗ് മാറ്റി തിരിച്ചുകൊണ്ട് മുന്നിലേക്ക് എടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതേപോലെ എടുക്കാം. ഇനി തിരിച്ചു വരുന്ന സമയത്തും വളരെയധികം ശ്രദ്ധിക്കണം. എങ്ങനെ എടുക്കണം? കൃത്യമായിട്ട് ആ ഗേറ്റിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗം, ആ ഒരു പില്ലറിൻ്റെ ഭാഗം നമ്മുടെ ഷോൾഡർ ലെവലിൽ എത്തുന്ന സമയത്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി എടുക്കണം. ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് ഷോൾഡർ ലെവലിൽ എത്തുമ്പോൾ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി മുന്നിലേക്ക് എടുക്കാവുന്നതാണ്. ഇതേപോലെ ഫസ്റ്റ് ഗിയറിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാം. ഇവിടെ ഒരു കാര്യം മറക്കാതിരിക്കുക, റൈറ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർത്ത് വരിക റോഡിൻ്റെ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധയിൽ വെക്കുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ സ്ലോ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാ സൈഡും ശ്രദ്ധിച്ചു കൊണ്ട് ചെയ്യുക. ഇനി എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ തട്ടുന്നതെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് റിവേഴ്സ് എടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.